ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇതിന് നമ്മൾക്ക് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സാമ്പാറും ചട്നിയൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും കഴിക്കുക. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറി ആയിക്കോട്ടെ. അപ്പം ഇത് നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയും കൂടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് ചൂടാകുമ്പോൾ വഴനയില, ഏലയ്ക്ക, അതുപോലെ പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നെ നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് പിന്നെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണത് വരെ വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലോട്ട് തക്കാളി ചേർക്കുക. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടിയും ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. നമ്മൾ ആ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന വടയാണ്. അപ്പം ഈ പരിപ്പ് വട ഉണ്ടല്ലോ, ആ ഒരു വട വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ചെന്നൈയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ വടനെ ഇതുപോലെ ചെറുതായിട്ട് പിച്ചി ഇടുക. ഇല്ലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിലും പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾക്ക് ബാക്കി വന്ന വടയോ അല്ലെങ്കിൽ അങ്ങനെ പരിപ്പ് വടയൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ ഈ വടയെല്ലാം പിച്ചി ഇട്ടത് നമ്മൾക്ക് ഈ കറിയിലോട്ട് ഇടണം. അതിന് മുൻപ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇട്ടതിന് ശേഷം വടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റും കുറച്ച് കട്ടി ഉണ്ടാവും വേണ്ടിയിട്ടാണ്. ഇനി അഥവാ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കുക. സാധാരണ തേങ്ങ അരച്ചും ചേർക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒരു മിനിറ്റ്, തേങ്ങാപ്പാലാണെങ്കിൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങയാണ് ഒഴിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വടകറി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.